വിശുദ്ധ ജോൺ ബർക്ക്മാൻസ് 1599 ഫ്ലാൻഡേഴ്സിൽ ബെൽജിയത്തിലെ ഒരു ചെരുപ്പ് നിർമ്മാതാവിന്റെ 5 മക്കളിൽ മൂത്ത മകനായിട്ടാണ് ജോൺ ബെർക്ക്മാൻസ് ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ഒരു പുരോഹിതനാവുക എന്നതായിരുന്നു ജോണിന്റെ ആഗ്രഹം. ജോണിന് 13 വയസ്സായപ്പോൾ മാലിൻസിലെ കത്തീഡ്രലിലെ കാൻമാരിൽ ഒരാളുടെ വീട്ടുജോലിക്കാരനായി ജോൺ സേവനം ചെയ്തു. ജോണിന്റെ മാതാവിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിതാവും 2 സഹോദരന്മാരും ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. 1615 ജോൺ അവിടെ പുതുതായി ആരംഭിച്ച ജെസ്യൂട്ട് സഭക്കാരുടെ കോളേജിൽ ചേർന്നു. ഒരു സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ നേതാവിനെ പോലെയായിരുന്നു. 1616 ജോൺ മാലിൻസിലെ ജെസ്യൂട്ട് സഭയിൽ നൊവിഷ്യേറ്റായി ചേരുകയും ഫാദർ ആന്റോയിൻ സുക്കെറ്റ് എന്ന ആത്മീയ പിതാവിന്റെ കീഴിൽ സേവനം ചെയ്യുകയും ചെയ്തു. വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടും വളരെ അഗാധമായ ഭക്തിയായിരുന്നു വിശുദ്ധൻ കാത്തു സൂക്ഷിച്ചിരുന്നത്. 1618 തത്വശാസ്ത്ര പഠനത്തിനായി വിശുദ്ധൻ റോമിലേക്ക് അയക്കപ്പെട്ടു. പൗരോഹിത്യ പട്ടസ്വീകരണത്തിന് ശേഷം യേശുവിനു വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുക എന്ന ആഗ്രഹത്തോടുകൂടി സൈന്യത്തിലെ ചാപ്ലിൻ ആകുവാനാണ് വിശുദ്ധൻ അപേക്ഷിച്ചത്. 1619 ആയപ്പോഴേക്കും റോമിലെ കഠിനമായ ചൂട് വിശുദ്ധന്റെ ആരോഗ്യത്തെ ബാധിച്ചു തുടങ്ങി. ക്രമേണ വിശുദ്ധന്റെ ആരോഗ്യം ക്ഷയിച്ചു. എന്താണ് വിശുദ്ധന്റെ രോഗകാരണമെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ ഡോക്ടർമാർ കുഴങ്ങി. ഏതാണ്ട് 2 വർഷത്തോളം വിശുദ്ധൻ നിരന്തരമായി രോഗത്തിന്റെ പിടിയിലായിരുന്നു. അവസാനം 1621 ഓഗസ്റ്റ് 13 തന്റെ 22ാമത്തെ വയസ്സിൽ വിശുദ്ധ ജോൺ ബർക്ക്മാൻസ് സമാധാനപൂർണമായി കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു. 1865 പിയൂസ് 9 പാപ്പ വിശുദ്ധനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 1888 ലിയോ 13 പാപ്പയാണ് ജോൺ ബർക്ക്മാൻസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത്. അൾത്താര ശുശ്രൂഷകരുടെ മധ്യസ്ഥനായി വിശുദ്ധ ജോൺ ബർക്ക്മാൻസിനെ തിരുസഭ ആദരിച്ചു വരുന്നു.